നമസ്കാരം. എന്താണ് പരീക്കുട്ടി കല്യാണം കഴിക്കാത്തതെന്നല്ലേ? ബുജ്ജി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പരീക്കുട്ടി അപരനാമം, അതൊരു വിളിപ്പേരാണ്, യഥാർത്ഥ പേരല്ല. ബുജ്ജി എന്നാണ് കൂട്ടുകാരുടെ ഇടയ്ക്ക് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്നല്ലേ? എല്ലാ വിഷയങ്ങളെപ്പറ്റിയും സൂര്യന് താഴെ എന്തിനെപ്പറ്റി ചോദിച്ചാലും പറയും. പിന്നെ അതേപോലെ വായിക്കുന്ന ആളാണ്. ശാസ്ത്രം വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, ശാസ്ത്രവും മാത്തമാറ്റിക്സും. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ. സർക്കാർ സർവീസിൽ ക്ലർക്കാണ്. വയസ്സ് 38 കല്യാണം കഴിച്ചിട്ടില്ല. പലരും അന്വേഷിക്കും, എന്താണ് ബുജ്ജി കല്യാണം കഴിക്കാത്തത്? ബുജ്ജി ആയതുകൊണ്ടായിരിക്കാം, ബുദ്ധിജീവി ആയതുകൊണ്ടായിരിക്കാം വിവാഹം വേണ്ടെന്ന് വെച്ചത്. ഇത് കേട്ടും മടുത്തു. 5-8 വർഷമായി ഇത് തന്നെ കേൾക്കുന്നു. കേട്ടും മടുത്തു. ഇതിനൊരു പരിഹാരമില്ല. ഉമ്മായിക്ക് പ്രായമായി, ബാപ്പ പണ്ടേ മരിച്ചു. ഉമ്മായിക്ക് 78 വയസ്സായി, തീരെ ആരോഗ്യമില്ല. എങ്കിലും അത്യാവശ്യം പിച്ച വെച്ച് നടന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബന്ധുക്കളുടെയൊക്കെ സമ്മർദ്ദം വിവാഹത്തിന് വേണ്ടി കൂടി. അങ്ങനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റിയും അറിവും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അറിയാം. ഒരു ക്യാൻസറിൻ്റെ കാര്യം ചോദിച്ചാൽ പോലും പറയും. പക്ഷേ സെക്ഷൽ കാര്യങ്ങളിൽ വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. അദ്ദേഹം വിവാഹം വേണ്ടാന്ന് വെച്ചിരുന്നു. കാരണം തനിക്ക് HIV പോലുള്ള എന്തോ മാരക രോഗമുണ്ട് എന്നാളങ്ങ് ഉറപ്പിച്ചു. 30-ാം വയസ്സിലാണ് യാദൃശ്ചികമായ ഒരു ദിവസം നോക്കിയപ്പോൾ ആ പെനീസിൻ്റെ അഗ്രഭാഗത്ത് ഒരു ചെറിയ തിണർപ്പ് പോലെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാകെ വിഷമം, ചെറിയൊരു ചൊറിച്ചിലും ചുമന്ന നിറം, ചൊറിച്ചിൽ, അല്പം ദുർഗന്ധം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, എനിക്കെന്തോ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പിടിച്ചു. ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ ആൾ വിമുഖനുമായിരുന്നു. ഇങ്ങനെ അറിവുണ്ട്, പലരും ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ പറയുമെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണാനോ തൻ്റെ ലൈംഗിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനോ ഒന്നുമുള്ള ധൈര്യവും ആർജവും ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ എന്തോ മാരക രോഗത്തിന് അടിമയാണ്, ഇനി ഞാൻ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് വിവാഹം വേണ്ട എന്ന് വെച്ചത്. അവസാനം എല്ലാവരുടെയും നിർബന്ധം വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോയി ഡോക്ടറെ കാണും, ഇങ്ങനെ പല ഉപദേശങ്ങളും വന്നു. ഇനി സെക്ഷൽ പ്രശ്നമാണ്, സെക്സോളജിസ്റ്റിനെ കാണും. അപ്പോഴാണ് അദ്ദേഹം നെറ്റിൽ സെർച്ച് ചെയ്ത് നമ്മളുടെ ഈ വെബ്സൈറ്റ് കണ്ടെത്തുകയും അതിലൂടെ അത് മനസ്സിലാക്കി ഇവിടെ വിളിച്ച് ചോദിച്ചതിന് ശേഷം ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കിതൊക്കെ പറയാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ആദ്യം കണ്ട മെഡിക്കൽ ഓഫീസർ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചോദിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ഈ വ്യക്തിയുടെ ജാള്യത മാറി, പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പോൾ നിസ്സാര കാര്യം, മറ്റു ഡോക്ടേഴ്സ് പരിശോധിച്ച് നോക്കി, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇനി ഉറപ്പിക്കാൻ വേണ്ടി ചില ടെസ്റ്റുകൾ ചെയ്യാം. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി. യാതൊരു തരത്തിലുള്ള ലൈംഗിക രോഗങ്ങളും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു രോഗങ്ങളും ഇദ്ദേഹത്തിനില്ല. മറ്റൊന്നുകൂടി ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് കോണ്ടമൊന്നും യൂസ് ചെയ്യാതുള്ള ബന്ധങ്ങളുണ്ടായിട്ടുണ്ടോ? ഇല്ല ഡോക്ടറെ, ജീവിതത്തിൽ ഞാൻ അത്തരം ഒരു കാര്യത്തിന് പോയിട്ടില്ല, എനിക്ക് ഒരാളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ ചോദിച്ചു, പിന്നെ എവിടെ നിന്നാണ് ഈ ഇൻഫെക്ഷൻ കിട്ടുക? നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ ഇനി പിന്നെ ചില അസുഖങ്ങൾ വരാനുള്ള ചാൻസ്, ഇഞ്ചക്ഷനിൽ ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾ വാങ്ങി ഉപയോഗിക്കുക, ഡ്രഗ് അഡിക്ഷൻ്റെ ഇടയ്ക്ക്, അങ്ങനെയൊക്കെ ചില യാദൃശ്യമായ സംഭവങ്ങളുണ്ടാവാം. അതൊക്കെ വളരെ വിരളമാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഡ്രഗ്സ് അടിക്കില്ല, എനിക്ക് ലൈംഗിക ബന്ധങ്ങളുണ്ടായിട്ടില്ല, എനിക്കൊരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല, വല്ല പ്രതിരോധ കുത്തിവയ്പ്പുകളും അല്ലാതെ ഒരു കുത്തിവയ്പ്പും എടുത്തിട്ടില്ല.
പിന്നെ എവിടുന്നാണ്? വെറുതെ കേവലം ഒരു ആശങ്കയുടെ പേരിൽ സ്വയം അങ്ങ് തീരുമാനിച്ച് എനിക്കെന്തോ ലൈംഗിക സാംക്രമിക രോഗമുണ്ട്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനുണ്ട്, ഒരു ചെറിയ തിണർപ്പ് വന്നു, ചുമന്ന നിറം വന്നു, അതിൻ്റെ പേരിൽ ഒരു മാരക രോഗമുണ്ടെന്ന് കരുതി 8-10 വർഷത്തോളം ആ മനുഷ്യൻ ജീവിതം നശിപ്പിച്ചു എന്ന് ഞാൻ പറയും. ഈ പരിശോധനകൾക്കെല്ലാം ശേഷം വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയി ഇയാൾക്ക് പെണ്ണ് കെട്ട്, എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, നമ്മൾ ഉത്തരവാദിത്തം ഏറ്റു. അങ്ങനെ ആ ധൈര്യത്തിൽ പോയി ബുജി കല്യാണം കഴിച്ചു. അതിനുശേഷം വിളിച്ചു പറയുകയും ചെയ്തു, എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ വളരെ സംതൃപ്തനാണ്, ഞാൻ ഉദ്ദേശിച്ച പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് വേണ്ടി ജീവിതം നശിപ്പിക്കരുത്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണുക, ഡോക്ടറുടെ അഭിപ്രായം തേടുക. ആ ഡോക്ടർ പറയട്ടെ നിങ്ങൾക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്ന്. ഇനി സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്താൽ സംശയം ദൂരീകരിക്കാം എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് ഏതെങ്കിലും ഒരു ലാബിൽ പോയി ചെയ്താൽ പോരാ. ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ പറയുന്നതനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുക, അതായിരിക്കും ഉചിതം. അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങളുടെ പേരിൽ ജീവിതം ഹോമിക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.